ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം അല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? യെസ്, വളരെ ശ്രേഷ്ഠമുള്ളൊരു ദിവസമാണ്. ഞങ്ങളുള്ളത് ഇപ്പം കൊടുങ്ങല്ലൂരാണ്. വൈഫ് ഹൗസിൽ ചിങ്ങൂര് ഹൗസ് കാണിച്ചു കൊടുക്കൂ, നമ്മളെ വണ്ടി കാണിച്ചു കൊടുക്കൂ. മഴ പെയ്ത് ചളി പിളിയായിട്ടുണ്ട്. ഇന്ന് ലോകം മൊത്തത്തിൽ ഓണവും അതുപോലെ തന്നെ നബിദിനും ആഘോഷിക്കുന്ന അപൂർവ ഒരു ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നബിദിന ആശംസകൾ, അതിൻ്റെ കൂടെ തന്നെ ഓണാശംസകൾ. സോ എല്ലാ കൊല്ലം ഓണത്തിന് നാട്ടിലുണ്ടാകുമ്പോൾ ചെറിയ മോൻ്റെ വീട്ടിൽ പോക്കുണ്ട്. ഈ വട്ടം വിളിച്ചു, പക്ഷേ അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിവിടെ നിന്ന് പുറപ്പെടുമ്പോൾ രാത്രിയാകും. ഇന്ന് ശിങ്കുവിൻ്റെ വല്യമ്മേൻ്റെ ആണ്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പങ്കെടുക്കണം. ആ കാര്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങളിവിടെ വന്നത്. അതുപോലെ ശിങ്കുവിൻ്റെ പാപ്പ മറ്റന്നാൾ പോവാണ്, സിദ്ധിയാപ്പ. അപ്പം യാത്ര പറയാനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നത്. സോ നമ്മൾ നബിദിന റാലി നടക്കും. എല്ലാ വട്ടവും നബിദിന ദിവസം ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഈ മഹലിലുള്ള ആൾക്കാരൊക്കെ ഒരു റാലി ആയിട്ട് ഇങ്ങനെ പോവും. എന്നിട്ട് എങ്ങോട്ടാടാ പോവാ? അങ്ങോട്ട് വാ. എങ്ങോട്ട് പോവും? ഇതുവഴി നേരെ മുസാഫിരിക്കുന്ന് അങ്ങോട്ട് പോവും. അത് കഴിഞ്ഞിട്ട് വലിയ പള്ളിയുണ്ട്, അവിടെ പോവും. അവിടെ കവർമുഖ കയറിയിട്ട് തിരിച്ച് ബാക്കിലെ വഴി കൂടി നേരെ തിരിച്ച് പള്ളിയിലോട്ടല്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഇവൻ പറഞ്ഞ റാലിയിൽ ഒരു 100 പേരുണ്ടാവുന്നു. ആദ്യം പറഞ്ഞ 70 പേര്, പിന്നെ ഒരു 100 ഞങ്ങളെന്തായാലും ഒരു 130. അയ്യോ തുമ്മൽ പിടിച്ച്. 130 മുട്ടായി മേടിച്ചിട്ടുണ്ട്. മഞ്ച് പൊട്ടിച്ചിട്ടു മകനെ. റാലി വരുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല മൈക്കിൽ കേൾക്കുന്നുണ്ടോ? യെസ്. ഇപ്പം റാലി ഇവിടെ എത്തും. റാലി ഇതിലേ വരിക, അതിലേ വന്നിട്ട് ഇതിലേ പോവും. ഹലോ ക്യാമറമാൻ, കാണിച്ചു കൊടുക്കൂ. ഇതിലേ വന്നിട്ട് ഇതിലേ. അപ്പോൾ നമ്മളെന്താക്കും? മഞ്ച് കൊടുക്കും. മഞ്ച് മാത്രമേ 5 ഉറുപ്പിക്ക് ഇത്ര വലുത് കിട്ടുള്ളൂ. ഡയറി മിൽക്ക് കുഞ്ഞത് ഇത്ര കിട്ടും, ഈ കാറ്റ് ഇത്ര കിട്ടും. മഞ്ചാകുമ്പോൾ എന്തൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആൾക്കാർക്കൊരു സന്തോഷം തോന്നൂലേ? ഇങ്ങനത്തെ ഒരു മഞ്ചിന് 32 പീസ് ഉണ്ടാവും ഒന്നിൽ. പൊട്ടിച്ചോ. ശിങ്കു എന്നെ 6:45 വിളിച്ചിട്ട് പറഞ്ഞ് റാലി ഇതെപ്പം പുറപ്പെടുന്നു പറഞ്ഞ്. അപ്പം ഞാൻ നബിദിന റാലിക്ക് പോയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കറിയാം. 7 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്കേ തുടങ്ങാൻ പറ്റും. ഇല്ല, ഇവനൊന്നും നബിദിന റാലിക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ്, അതായത് ഈ ആൾക്കാർ വന്നിട്ട് ആൾക്കാർ വന്നതിന് ശേഷം കോർഡിനേഷനൊക്കെ നടന്ന് ഒരു മെയിൻ ആളുടെ അവിടെ മൂപ്പര് ആദ്യം മുതലേ പറയണ്ടോ നിക്ക് വാ നിക്ക് എവിടെ ആര് നിൽക്കുന്നു. ഇനി ഇവിടെ ദഫൊക്കെ ഉണ്ടോ? ദഫൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും മൂടാവാം. ഓക്കെ. എടാ ആയിഷനെ കാണിച്ചു കൊടുക്ക്. ആയിഷ ഇന്ന് കഷ്ടപ്പെട്ട് പിന്നെ നബിദിന പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി. ഇവിടെ പെൺകുട്ടികൾ മുട്ടായി കൊടുത്ത കുഴപ്പമുണ്ടോ? ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് എടുക്കാവോ? കുട്ടികളല്ലേ? നീ പൊട്ടിച്ചോ, നമുക്ക് അതിനുള്ള ആരോഗ്യമില്ല. 2 പൊട്ടിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് ഇത്ര ഉണ്ട്, കാണും കുറെ അല്ലേ? എന്താ അങ്ങനൊന്നുമില്ല. ഇത് 2 റാലിയാ വിചാരിക്കും. ഓൻ്റെ റാലി എൻ്റെ റാലി. നമ്മൾ നടുവിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോകും.
അപ്പുറത്ത് ഇപ്പുറത്ത് കൊടുക്കാം. നമ്മുടെ അങ്ങനെ ഇരിക്കില്ലടാ, ഫുള്ള് മിക്സ് ആയിരിക്കും. എല്ലാവരും ഓല് നിക്കാൻ പറയും, പക്ഷെ വരുമ്പോ മിക്സ് ആയി വരും. പക്ഷെ മുട്ടായി ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സെറ്റ് ചെയ്യാം. ഞങ്ങൾ എക്സൈറ്റഡാ. ഞാൻ നാട്ടിലുണ്ടാവില്ല ഈ സമയത്തൊന്നും, എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. യെസ്, അപ്പം നമുക്ക് നോക്കാം സംഭവിക്കുന്നേ. വെയിറ്റ് ചെയ്ത് ഭക്ഷണപ്പോൾ ഒരു മുട്ടായി സൗണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നുണ്ട്. പണ്ടത്തെ ടേസ്റ്റ് ഇല്ലല്ലേ? അയച്ചെടുക്ക് നോക്കണോ? ഈ കൊടുക്കുക ഇങ്ങനെ എന്നാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുക. 2.5 വാങ്ങുന്നവന് നോട്ട് ചെയ്ത് പിടിക്കണം. കുട്ടികൾ അന്നെ പോലത്തെ ഓരോ ചെവി നുള്ളിയിട്ട് തിരിച്ചു വെപ്പിക്കും. ഈ പള്ളിക്ക് പോകണം കേട്ടോ. നേർച്ച ചെയ്തിക്കണേ അന്നെ പള്ളിക്ക് വിടാന്ന്. ഞങ്ങളാരും വരൂല ഈ പോണേ. അംദാൻ്റെ കൂടെ പോയതി ഓന് വയ്യ. ലോക്കോണാക്കി ഇവിടെ എത്തണില്ലല്ലേ? അതൊക്കെ കുഴപ്പമില്ല. തിരക്ക് കൂടിയാല് നമ്മളെ ഫോണോട് വെച്ചോ, ഷിങ്കു എടുക്കണ്ടല്ലോ. അടാ അങ്ങോട്ട് പോവില്ല. 1500 ജന്മദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ബദറിയ മദ്രസ വിദ്യാർത്ഥികളും പൂർവിക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരക്കുന്ന നിബന്ധന ഘോഷയാത്രയാണ് ഇവിടെ ഇതില്ല, ക്യൂ ഇല്ല. അനുമോദിച്ചാലും അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും പ്രിയമുള്ളവരെ നീ കൊടുക്ക് ഐസി കൊടുക്കണേ. കൊടുത്തോ? مولاي صل وسلم دائما ابدا على حبيبك للخلق كلهم لا الله നടന്നു കൊടുത്തോ? എടാ അവിടെ കഴിഞ്ഞാ? ഇവിടെ പൊട്ടി ഇല്ലല്ല, ഉള്ളിലുണ്ട്. ഉണ്ട് ഉള്ളിലുണ്ട്. എന്താ എടാ വേഗം വാ, വേഗം കൊടുക്ക്, കുട്ടികൾക്ക് കൊടുക്ക്. എടേ കൊടുത്തു വിട്ടോ? ആരാ കൊടുത്ത്? ആ അത് സച്വത പോണ്, സച്വത പോണ്. രണ്ട് കൊടുക്കും.
مرحبا أهلا وسهلا يا رسول الله يا خير داعي يا حبيب പോയിട്ട് വരും മുട്ടായി കഴിഞ്ഞില്ല തെരഞ്ഞില്ല മുട്ടായി തയ്ഞ്ഞില്ല ആ ആർക്കും ഏതോ 2 കുട്ടികൾക്ക് 2 വെച്ച് കിട്ടിയിട്ടുണ്ട് പെൺകുട്ടിയൊക്കെ കൊടുത്ത് ശേ എന്നൊരു 4-5 പെട്ടി കൂടി വാങ്ങിയായിരുന്നു ആ ആ എടുത്തു വെച്ചോ ആ അനക്ക് കിട്ടിയ മുട്ടായി ഇങ്ങോട്ട് കിട്ടിക്കണ മുട്ടായി ഇതാരന്നേ എന്നാ ചെരുപ്പ് കാണില്ല എന്തൊക്കെ ഒരു ചെകപ്പൊക്കയിലെല്ലാം കഴിഞ്ഞ് എനിക്ക് ആദ്യം കൊടുക്കാൻ ഭയങ്കര മടി ഞാൻ ഇങ്ങനെ കേരുന്ന് പിന്നെ ആണോ അത് വരുമ്പോ തന്നെ അല്ലേ നടന്നുകൊണ്ട് കൊടുക്കേണ്ടിയിരുന്നു കൊടുക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ ഒരുവിധം എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഓക്കെ സ്വാഗതം അപ്പൊ ഞാൻ സ്വാഗതം അപ്പൊ ഹിന്ദുവിന്റെ വകയും പിന്നെ ഈ നാടിന്റെ അഭിമാനവും കണ്ണിലുണ്ണിയുമായ ഹംദാന്റെ വകയും എല്ലാവരും ഐസിന്റെ വകയും ഐസിന്റെ കുഞ്ഞിമാമന്റെ വകയും പിന്നെ എന്റെ കൂട്ടുകാരത്തി ഐഷന്റെ വകയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വ്ളോഗിലോട്ട്. ഓണ ആശംസകൾ നാളെയാണ് ഈ വീഡിയോ വരിക അല്ലല്ലേ? എപ്പോഴാ വരാന്ന് അറിയാൻ പറ്റില്ല. എന്നാലും ഞങ്ങളെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് എൻ്റെ നാടായ അതിമനോഹരമായ കരുപ്പടനയിലുള്ള പെഴുങ്കാട്ടിയിലുള്ള ചീപ്പുഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്യാമറമാൻ അങ്ങോട്ട് സൂം ചെയ്യും. ഉണ്ടോ? നല്ല അടിപൊളി സീനറി ഉള്ള ചീപ്പുഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ അവിടെ നമ്മളെ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് സൂം ചെയ്യണം കേട്ടോ. പറയുമ്പോ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു 4 മണി ടൈമാണ്. അപ്പൊ ഈ 4 മണി ടൈമിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. ടൂറിസ്റ്റ് സ്പോട്ടായി വരുന്നല്ലേ. നമ്മൾ ഈ കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഹലോ, നമ്മളെ അങ്ങോട്ട് ക്യാമറമാൻ വാ. നമ്മളെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്താത്ത അല്ലേ? ഇത്താത്തന്റെ പേരെന്താ? ഇക്കാന്റെ പേരോ അബ്ദുള്ളക്കാന്റെയും ഹാമിനത്താന്റെ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. നല്ല അടിപൊളി ചായ ആയിരുന്നു. സർബത്തും കൊള്ളാം, സൂപ്പർ ആയിരുന്നു. സർബത്ത് നല്ല ടേസ്റ്റ്. ഞാൻ ആരാന്നറിയോ? ഞാൻ പിണ്ണാക്ക് എന്റെ വീട്ടിൽ വന്ന് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കാണ്. അപ്പൊ അബ്ദുള്ളക്കാക്ക് എന്നെ അറിയാം, എന്റെ വാപ്പാനെ അറിയാം. അപ്പം നമ്മൾ ഇങ്ങനെ വ്ലോഗ് എടുത്തോണ്ടിരിക്കാണ്. യാസിനൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നടക്കാം. അങ്ങോട്ട് ആ ഡയറക്ഷനിൽ പോണോ? വാ. എന്താ ആരും സർബത്ത് എന്നാ കുടിക്കാത്ത? ഇതൊക്കെ നമ്മൾ മേടിച്ച സാധനം. നമ്മള് കുടിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊന്നും ആരും കുടിക്കുന്നില്ല. അവനൊരു പഴംപൊരി മേടിച്ചു കൊടുക്കും കേട്ടോ. നമ്മളിത് സർബത്തും. നീ ചായ എടുത്തോ?
ചായ ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ നല്ല വൈബാട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ ശിങ്കുടെ കല്യാണത്തിന് മറ്റേ എന്താണ് അരികുത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫുള്ള് ഇത് കറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ അല്ലേ വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അത് നോക്കിയാൽ കാണാം. അരികുത്തിന്റെ വീഡിയോയിലുണ്ട്, കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫുള്ള് വീഡിയോ അവരെനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഫുള്ള് വീഡിയോ തന്നിട്ടുണ്ട്. ഫോട്ടോസ് ഇട്ടിട്ടില്ല, അധികം ഇട്ടിട്ടില്ല. ഞാൻ ഭയങ്കര ഇവളുടെ വീട്ടിൽ വന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികൾ ഇതൊക്കെയാണ് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇവിടെയും ഇവരുടെ വെഡിങ് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്, അത് അവിടെയാണ്. ആദ്യം ഫസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇവിടെ പൂക്കൾ കിളുക്കോടാ വെള്ളത്തിൽ വരുന്നത്. നോക്കാം ചിരി നോക്ക്. വണ്ടി പാർക്ക് ചെയ്തൊക്കെ പറയും. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ആകെ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ പാർക്ക് ചെയ്യാനായിട്ട്. ഇനി കട്ട് ചെയ്തോ. ഇനി ഇതാണ് നമ്മൾ കുടിച്ച ചായക്കട. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഈ ചായക്കടയാണുള്ളത്. അത് നമ്മൾ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത്. തിരിച്ച് ഗ്ലാസ് കൊടുക്കണം. ഇഷ്ടം ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചാണ്. അപ്പൊ നിങ്ങൾ വരുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കുക. അപ്പം ഇവിടെ ഇഷ്ടംമാതിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. നമുക്ക് ഇനി നമുക്ക് ആ ഭാഗത്തോട്ട് പോയിട്ട് ആ ബ്രിഡ്ജൊക്കെ കാണിച്ചു തരാം. നല്ല ചെളിയോ വെള്ള കടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ അവിടെ മതിയോ? അപ്പൊ നമ്മളിതേ കുറേ കടകളുണ്ട്. ഈ കട ഒന്നും തുറന്നിട്ടില്ല, അടച്ചിട്ടേക്കാണ്. കട തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കടനെ കാണിക്കണം, ഞങ്ങളെയല്ല. ഓക്കെ, ഞാൻ എടുക്കണോ? പഠിക്കാനുണ്ടല്ലേ? നിന്നെ പറഞ്ഞേ പഠിക്കാനുണ്ടെന്ന്. ഇതാണ് ഇരിപ്പിടമൊക്കെ കാണിച്ചു. അതാണ് ഇരിപ്പിടം. ഐസ്ക്രീമും എല്ലാം ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം വെയിലത്ത്. ഇവിടെ ജ്യൂസിന്റെ കടയും മൊജിറ്റോന്റെ കടയും ഉണ്ട്. നമ്മളിങ്ങനെ പതുക്കെ പറയണം, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അതുകൊണ്ട് ആരും ഇല്ലെങ്കിൽ നല്ല രസം. നമ്മൾ ഇവിടെ നിന്നാണ് അന്ന് സോഡ ഇതൊക്കെ കുടിച്ചത്. ശിങ്കുവിന്റെ ഇതിന്റെ ചാച്ച വാങ്ങി തന്നത്. ഇല്ലാതെ അപ്പൊ നോക്കൂ, ഇവിടെ സൂം ചെയ്തോ. എനിക്ക് ക്യാമറമാൻ സൂം ചെയ്യൂ. വെരി ക്ലീൻ വാട്ടർ. നല്ല ക്ലീനൊക്കെ തന്നെ. ക്ലീൻ തന്നെ. കൊറേ കരിക്കുണ്ടല്ലേ ഇവിടെ. ഇഷ്ടംമാതിരി കരിക്കും തെങ്ങും. നമുക്ക് കിട്ടൂല, കരിക്ക് കിട്ടൂല. ഇവിടെ കരിക്ക് വെക്കാത്ത ഇവിടെ കിട്ടൂല നമ്മളെ പറ. അപ്പൊ നോക്കൂ, അപ്പൊ നീ കുറച്ച് സീനറികൾ ഇങ്ങനെ കാണിച്ചു കൊടുക്ക. എന്ത് രസാണ്, നല്ല പച്ചപ്പും. ഇവിടെ കുറെ ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. നല്ല രസമുള്ള കുറെ ആൽബങ്ങളും ചില മൂവീസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇർഫാൻ അറിയാവുന്നവരാ പോയത്. അപ്പൊ ഇതാ. പിന്നെ അവിടെ പോയാലുണ്ടല്ലോ 50 ഉറുപ്പ്യ കൊടുത്താല് വഞ്ചിക്കാരൻ നമ്മളെ ഫുള്ള് ചുറ്റി കാണിക്കും. നല്ല രസം. പണ്ട് 50, ഒരു വർഷം മുമ്പായിരുന്നു. ഇപ്പൊ എത്രയാന്ന് കറക്റ്റ് അറിയില്ല. ഇല്ല ഇപ്പോൾ 50 തന്നെ. ഇപ്പോൾ 50, അത് 50, 100 ആ റേഞ്ചിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഈ അപ്പുറത്തേക്ക് പോവാം. പ്രൈസ് കുറവില് നല്ല എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇനി നമ്മള് അടുത്ത് പോകുന്നത് ഇവിടെ കൊടുങ്ങല്ലൂരിന്റെ ഏറ്റവും മനോഹര സെഫിത്താന്റെ എന്റെ റിലേറ്റീവ് ആട്ടോ പോയത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മളുടെ ബന്ധക്കാരായിരിക്കും, അറിയുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട്. നോക്ക്, ഇതിലെ ഇറങ്ങിപ്പോയിട്ടാണ് എൻ്റെ അരീക്കുത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. നോക്ക് നോക്ക് നോക്ക്, ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര റിസ്കി വേ ആയി. പോവാൻ പറ്റും, എനിക്ക് പേടി ഇറങ്ങാൻ. അപ്പൊ ഇനി പോയാലോ, നമുക്ക് കോട്ടപ്പുറത്ത് പോയാലോ? ഇനി നമ്മളുടെ കൊടുങ്ങല്ലൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയവുമായ കോട്ടപ്പുറത്താണ്. ഐസിയുടെ വാ. ഇറക്കിയ ശേഷം നമ്മൾ ഇവിടെ അതിമനോഹരമായ നമ്മളുടെ കൊടുങ്ങല്ലൂരിന്റെ ഹൃദയമായ കോട്ടപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് കോട്ടപ്പുറം. ഇവിടെ ഫുള്ള് നൈറ്റ് ലൈഫ് ആട്ടോ, നല്ല രസമാണ്. നോക്കിയോ, ഫുള്ള് ഇന്ന് ഓണം ആയതുകൊണ്ട് ഫുള്ള് അവിടെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളും പിന്നെ അവിടെ ഇങ്ങനെ കായലും ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിക്കോ,
വിഷമോടുണ്ട് അല്ലേ? നല്ല രസമാണ്. നല്ല അടിപൊളി ഇത്, നല്ല അടിപൊളി സ്പോട്ട്. കഫേ കാണിച്ചരാ. ഓ എൻ്റെ ക്യാമറമാൻ വന്ന്, എൻ്റെ ക്യാമറമാൻ വന്ന്. ഞാൻ ക്യാമറമാനിക്ക് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓക്കെ നോക്ക്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന കഫേ ഇക്കാക്കയുടെ കൂട്ടായെന്ന് കാണാൻ പറയണ്ടേ. അതായത് കാറ് പോട്ടെ. നമ്മൾ ഒരിക്കലും ഗതാഗതം തടസ്സപ്പെടുത്താൻ പാടില്ല. ഇവിടെ നമ്മൾ നേരെ ഈ വഴി വന്നാൽ ലെഫ്റ്റ് എടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു ബോട്ട് ഉണ്ട്. ബോട്ട് കണ്ടോ? ആംബിയൻസ് ഉള്ള ഒരു കഫേ, നല്ല ആംബിയൻസാ. ഇവിടെ ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അകം കാണുമ്പോഴാണ് ഇത് ഇവരുടെ തന്നെ ബ്രാൻഡിന്റെ. ഓ അവരുടെ എംബ്ലം തന്നെ അല്ലേ? ഐശ്വര്യ ഒന്ന് കുറച്ച് നീങ്ങി. യാസിക്ക് ഒളിച്ചിരിക്കുന്നു. എന്നെ വിളിച്ചിട്ടില്ല. ഒരാൾ ഒളിച്ചിരിക്കുന്നു. നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. സോ ബിസിനസ്സിൽ എന്തൊക്കെയോ ഇഗ്നോർ ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. ലൈവ് കിച്ചൺ എന്ത് രസമാണ് ഇല്ലേ? ഇത് ഇവിടുത്തെ സ്റ്റാഫ് അബൈ. നിന്റെ പേര്? ഇല്ല, അത് അബൈ. നല്ല നല്ല മറ്റേ എന്താ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ആയാലും ഇതായാലും നല്ല നമുക്ക് കുറെ നേരം അതായത് ഇത് വൈസ്രൻ, ഇത് അബൈ. ഞാനിവിടെ കുറെ നേരം ഇത് നമ്മുടെ കൈഫിന്റെ ഒക്കെ ഫ്രണ്ടാണ്. കൈഫിന്റെ ഫ്രണ്ടാണ്, കൈഫിന്റെ കോളേജിൽ പഠിക്കുന്നത്. കിച്ചണിലോട്ട് കേറാവോ? ഇവിടെ പുറത്തും കുറെ സീറ്റിംഗ് ഉണ്ട്, അകത്തും പക്ഷെ ആംബിയൻസ് ഉള്ളതുകൊണ്ട് പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത്. വാവ്. സീറ്റിംഗ് നോക്ക്. അടുക്കളയ്ക്ക് പോയി കണ്ടില്ല, അടുക്കളയ്ക്ക് പോകണ്ട. ഇവിടെ ഹാൻഡ് വാഷിങ്, ഇവിടെ കൈ കഴുകുന്നേ. ആംബിയൻസ് ഉള്ളതുകൊണ്ട് അകത്ത് അധികം ആൾക്കാർ ഇരിക്കുന്നില്ല. പക്ഷെ പുറത്തൊക്കെ ഇപ്പൊ കുറവായതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ കൊതുകടി ഉണ്ടെങ്കിലും എല്ലാരും അത് സഹിച്ച ആംബിയൻസോടുകൂടി ഇരിക്കുന്നുണ്ട്. ഇതാണ് അകം. അകത്തെ സീറ്റിംഗ് നല്ല വീട്ടിലെ വേറെ ടൈപ്പ് ഓഫ് അലങ്കരിച്ചിരിക്കുന്നില്ലേ, ഒരു എന്താ പറയാ, രസായി. ഒരു ഗുജറാത്തി സ്റ്റൈലോ എന്തോ അറിയത്തില്ല. പക്ഷെ നല്ല നല്ല വൈബുണ്ട്, നല്ല രസമുണ്ട്. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا حسنك قط يا سيدي خير النبي لا إله إلا الله بنا ولا من شفاعتك الصفا لنا مثلك يا ارتكبت على الخطا غير حسر وعدا لك أشكو فيه يا سيدي ما في قلبي غير الله نور محمد. അല്ല ഇനി അടുക്കളയിൽ പോവാ, അടുക്കളയിൽ പോയി പെണ്ണുങ്ങളെ കാണിച്ചു. എനിക്ക് പേടിക്ക വീഡിയോ എടുക്കാനാ. അതെ മരുമോൻ യൂട്യൂബറാകണ്ടേ, യൂട്യൂബിൽ ഇട്ടോട്ട് വാ. നമുക്ക് ഇനി അടുക്കള പോവാ. ഇവിടെ വാ, ഒന്നും ഭയങ്കര ശബ്ദം. നമുക്കിനി ഗേൾസിനെ കാണിച്ചു തരാം. വാ. പായസം ചെമ്പും കണ്ടു. അതായത് മൗലൂദ് കഴിഞ്ഞിട്ട് ഇതാണല്ലേ കൊടുക്ക. ഉമ്മയ വെച്ചതാട്ടോ, ഉമ്മയുടെ മധുരമുള്ള പായസം. ആ വൈകിട്ട് ഉമ്മയ സെറ്റ് പാത്ത് മൂടുണ്ട്. അടുക്കളയ്ക്ക് പോവാ. ഇത് അറിയൂലല്ലോ, ഇത് ഉമ്മയുടെ സിസ്റ്റർ ആട്ടോ, അനിയത്തി. ജ്യേഷ്ഠത്തിന് ഞാൻ കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ ദേ ഇവിടെ അയ്യോ ഞാൻ കൈ മാത്രം കൊടുക്കും കേട്ടോ.
ഇവിടെ ഇഞ്ചിയും പൊളി ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുക്കള ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് സ്ഥിരം ഇവിടെ ഫങ്ഷൻ നടക്കല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അടുക്കളയും കാര്യങ്ങളും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഇത് വാപ്പാടെ മൂത്ത പെങ്ങൾ. യൂട്യൂബ് ഇത് ഒരാള് പായസം വിളമ്പുന്നു, ഒരാള് പുകയ്ക്കുന്നുണ്ട്. ഇത് കുന്തിരിക്കും. ബർക്കത്ത എന്താ പറയാനുള്ളത്? കൈമക്ക് എന്താ പറയാനുള്ളത്? ഉമ്മാനോട് എൻ്റെ അന്വേഷണം. ആ ഓക്കെ, അതല്ലത് യൂട്യൂബാ വേണ്ടേ? എന്നാ വേണ്ടത്? നമുക്ക് ഇനി ഗേൾസിനെ കാണിക്കാം. ഇത് ഒരാള് ഇത് ഇതാണ് പാത്തുമ്മയുടെ ഉമ്മ, ഐഷുമ്മ അല്ലേ? ഐഷുമ്മ അല്ലേ? ഐഷുമ്മ. ഇത് പാത്തുമ്മാന്റെ ജ്യേഷ്ഠത്തി അമലുമ്മ. ഇത് സബ്കുഞ്ഞുമ്മ. അവിടെ കയ്യും മുഖം പൊത്തിരിക്കുന്നു. ഐഷ ഐഷയാണ് ഐഷ. എന്താ കയ്യും ഇങ്ങനെ ഇരിക്കണേ? ആര് കളിയാക്കണേ? അല്ല പിന്നെ ആരും കളിയാക്കൂല. കളിയാക്കണ ഒരാരെന്നറിയോ? കുശുമ്പന്മാര്. മൈൻഡ് ആക്കണ്ട. ആ പറഞ്ഞോട്ടെ, സീനില്ല. മൈൻഡ് ആക്കണ്ട. പിന്നെ നമ്മള് വീട്ടും പേരുന്നോട്ട് പിണ്ണാക്കല്ലേ? കൈമ അല്ല ഉമ്മിയാനെ 4 ആൾ അറിയണ പിണ്ണാക്കുന്നല്ലേ? ആ ഞാനിന്ന് ചീപ്പുംചാറ പോയി. അപ്പൊ അവിടെ തിക്കാനോ ഞാൻ പിണ്ണാക്ക് കുഞ്ഞമ്മദിന്റെ മോള്. ആ എനിക്കറിയാം, മനസ്സിലായോ? നമുക്ക് അടുക്കള പോയി ഫുഡ് ഇത് ചെറുമിയാട്ടോ. പഴമുണ്ട്, ഈത്തപ്പഴമുണ്ട്, എല്ലാം ഉണ്ട്. സദ്യപ്പൊടി